ശക്തൻ്റെ തട്ടകത്തിൽ കാലം ഇത്രയായി ഒരു ഡെവലപ്മെൻറ്റും നടക്കാത്ത ഒരു നാട്ടിൽ നിന്ന് വികസിത് ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് വിഷൻ ടു റിയാലിറ്റി എന്ന് പറയപ്പെടുന്ന വലിയ ഒരാശയവുമായി ബഹുമാനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി 100% ജയിച്ചു വരുമെന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അദ്ദേഹം ജയിക്കും, അതിലൊരു ചർച്ചയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ പുതിയൊരു ഉദയം ശരിയാണ് സാർ. 3ാം തവണയും നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വലിയൊരു ഉദയം ഇവിടെ സംഭവിക്കും. ഡെമോക്രസിയും ജനാധിപത്യത്തെക്കുറിച്ച് ബഹുമാനായ ശ്രീ ഷുക്കൂർ ജാൻ അദ്ദേഹം പറഞ്ഞു സർ, ജനാധിപത്യത്തിലെ ഏറ്റവും മദർ ഓഫ് ഡെമോക്രസി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം ഉള്ളത്. ആ ജനാധിപത്യ സംവിധാനത്തിലിരുന്ന് തെരഞ്ഞെടുത്ത നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ പുറത്താക്കാൻ നിങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞ് ഏകാധിപത്യ രാജ്യങ്ങളോട് പരാതി പറഞ്ഞവരാണ് ഈ കോൺഗ്രസ്സുകാർ. അത് നമ്മളൊന്നും മറന്നിട്ടില്ലല്ലോ. BJP ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുള്ളത് ഡിവൈഡിങ് ശൈലിയിലല്ല, കാസ്റ്റ് സ്വഭാവത്തിലല്ല, ജാതി മത വർഗ വർണ്ണങ്ങളെ വേർതിരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല BJP ചെയ്തത്. കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി പരമാവധി ശ്രമിച്ചപ്പോൾ BJP ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തം ഇന്ത്യയിൽ ഞങ്ങൾ സംസാരിച്ച ഡെവലപ്മെൻ്റാണ്. ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാർഷിക മേഖലകളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ പൊതു വികസനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, വനിതകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അതേപോലെ തന്നെ ടെക്നോളജിയിൽ ഞങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ, ശാസ്ത്രീയ രംഗത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്യാദി കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിൽ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ബൂത്ത് തല പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയത്. കോൺഗ്രസിൻ്റെ പോലെ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയകളിലോ കാണിക്കുന്ന ഗിമ്മിക്കിലൂടെയല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകളിലേക്ക് ഞങ്ങൾ എത്തുമെന്ന് പറയപ്പെടുന്നത്. അതിന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, ബഹുമാനായ ശ്രീ JP നഡ്ഡാജിയുടെ നേതൃത്വത്തിൽ, ബഹുമാനായ ശ്രീ അമിത്ഷാജിയുടെയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അങ്ങനെ 150-150ഓളം ഏറ്റവും ഒന്നാം നിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് ഓരോ ബൂത്തുകളിലും ഇറങ്ങി പേജ് പ്രമുഖന്മാരെ നിശ്ചയിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളത് പരിപൂർണമാണ്. നമുക്ക് 31 ലക്ഷം കോടി രൂപയാണ് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ, കമ്മീഷനിലൂടെ അല്ലട്ടോ, 31 ലക്ഷം കോടി രൂപ DBT സിസ്റ്റത്തിലൂടെ ജനങ്ങളിലേക്ക്, ബെനിഫിഷ്യറീസിലേക്ക് ഡയറക്റ്റ് എത്തിച്ച ഏക സർക്കാർ സ്വതന്ത്ര ഭാരതത്തിൽ ഈ BJP സർക്കാരാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ ബെനിഫിഷ്യറീസിൻ്റെ വോട്ടുകൾ മാത്രം മതി ഞങ്ങൾക്ക് ജയിക്കാൻ. അത് നിങ്ങളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ എന്തൊക്കെ പുകമറ സൃഷ്ടിച്ചാലും ഈ ഇന്ത്യ മഹാരാജ്യം 4-ാം തീയതി വിധി എഴുതുന്നത് പുറത്തേക്ക് വരാൻ പോകുന്നു. എന്താണ്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3ാം തവണയും BJP NDA സർക്കാർ അധികാരത്തിൽ വരും. കോൺഗ്രസ് അപ്പോൾ ഉന്നയിക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, പതുക്കെ ക്രഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. EVM അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ കോൺഗ്രസിൻ്റെ നേതാവ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ ചടങ്ങ് എല്ലാ തവണയും ഉള്ളതാണ്. ഈ വഴിപാട് പറയുന്നത് പോലെ ഈ ചടങ്ങുകളൊക്കെ പറയും. ജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ആവശ്യകരമായ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ജാതീയമായിട്ടും ജനങ്ങളെ മതപരമായിട്ടും വേർതിരിക്കാതെ ജനങ്ങളുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ വികസനം സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ജനമധ്യത്തിൽ നിന്ന് വോട്ട് മേടിച്ചപ്പോൾ ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ സൗത്ത് ഇന്ത്യയാക്കിയും നോർത്ത് ഇന്ത്യയാക്കിയും ഈസ്റ്റ് ഇന്ത്യയാക്കിയും ഒക്കെ നിങ്ങൾ അതിനെ പശു ബെൽറ്റായി കണ്ടു, നിങ്ങൾ അതിനെ ഇപ്പുറത്തെ ബെൽറ്റായി കണ്ടു, നിങ്ങൾ അങ്ങനെയൊക്കെ വേർതിരിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരമാവധി ശ്രമിച്ചു കോൺഗ്രസ് മുന്നണി എന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ വലിച്ചു വാരി കൂട്ടി ആർക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയാകാം, ഏത് മാസം വേണമെങ്കിൽ ഒരു മാസം ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിലാവാം, അയച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്ത് BJP തോൽപ്പിച്ചാൽ മതി. ആ നിലപാടുകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും.